ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൈവിൽ നോക്കിയിട്ട് ഫൈനൽ പാർട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് നോയും ഓമും പിണക്കമൊക്കെ മാറ്റുന്നത് വരെയാണ്. അതിനുശേഷം അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നോയി ആണെങ്കിൽ അവർ ഗ്യാങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു മാലയില്ലേ, അത് ഓമിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ആ മാല ഇട്ടതിന് ശേഷം അവനോട് പറയാണ്, നമ്മളെ ഗ്യാങ് ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അപ്പോൾ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് നോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അവൻ തീയെ പറ്റിയാണ് പറയുന്നത്. ഓം സംസാരിച്ചതിന് ശേഷം നോയ് വീട്ടിലിരുന്ന് ഒരു ബുക്ക് എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നോയ് തീയെ ഫ്ലേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പോയിൻറ്റ്സ് ഉള്ള ബുക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അവനത് തുറന്നു നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത്, അവനറിയാതെ തീ അതിനെല്ലാം മാർക്കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും തീ എല്ലാത്തിനും 10 മാർക്ക് തന്നെയാണ് അവന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാണിച്ചതിന് ശേഷം പിന്നെ ഓം സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൻ പറയണേ, എന്നെ ഒരു ദിവസം തീ കാണാനായിട്ട് വന്നിരുന്നു. നീ ഒരു ദിവസം കോൾ ചെയ്ത സമയത്ത് തീ പറഞ്ഞില്ലായിരുന്നു ഞാൻ മൂവി കാണുകയാണെന്ന്. പക്ഷേ അന്ന് അവൻ മൂവി കാണാൻ പോയതൊന്നും അല്ല, അന്ന് അവൻ എന്നോട് സംസാരിക്കാനായിട്ട് വന്നതാണ്. അവൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അവൻ പറഞ്ഞിട്ടാണ് നീ ഗ്യാങ്ങിൽ നിന്നും മാറിയത്, അല്ലാതെ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല മാറിയതെന്നും അതുപോലെ ഇങ്ങനെയൊന്നും നടക്കുമെന്നും അവൻ കരുതിയില്ലെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നും, പിന്നെ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിന്നോട് വന്ന് സംസാരിക്കാതിരുന്നത് നീ ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ എന്ന് കരുതിയിട്ടാണെന്നും ഇവൻ പറയുന്നുണ്ട്. അപ്പോൾ ഓം സംസാരിച്ചതിന് ശേഷം ഡെയ്സി നോയോട് ചോദിക്കുകയാണ്, അല്ല നീ തീരെ ഫ്രണ്ട് തന്ന ബോക്സ് തുറന്ന് നോക്കിയായിരുന്നോ എന്ന്. ഡെയ്സി ആ ബോക്സിനെ പറ്റി പറഞ്ഞത് കൊണ്ട് നോയ് വീട്ടിലെത്തിയ ഉടനെ നോക്കുന്നത് ആ ബോക്സിനകത്ത് എന്താണെന്നാണ്. അങ്ങനെ അവന് അത് പൊട്ടിച്ച് നോക്കുമ്പോഴാണ് അവന് മനസ്സിലാകുന്നത് അതിനകത്ത് മറ്റൊന്നുമല്ല, അവന് വേണ്ടിയുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസുമായിരുന്നു അതിനുള്ളിൽ. അപ്പോൾ അത് കണ്ടിട്ട് അവന് നല്ല സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് ടിമ്മാൻറ്റി വരികയാണ്. അപ്പോൾ ടിമ്മാൻറ്റിയെ കണ്ടുടനെ അവൻ ചോദിക്കുകയാണ്, അമ്മേ ഞാൻ ചിന്മയിലേക്ക് പോയിട്ട് വരട്ടെ എന്ന്. അപ്പോൾ അമ്മ പറയുന്നു, ആ ശരി നീ പൊയ്ക്കോ എന്ന്. അങ്ങനെ അവൻ ചോദിക്കുന്നു, ഞാൻ നാളെ പോട്ടെ എന്ന്. അപ്പോൾ അമ്മ പറയുന്നു, നീ നാളെ ആക്കുന്ന എന്തിന്, ഇന്ന് തന്നെ പൊയ്ക്കോ, നീ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തോ എല്ലാ സാധനങ്ങളെന്ന്. നോയ് പ്രതീക്ഷിക്കാതെ അമ്മ ഇങ്ങനെ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞതുകൊണ്ട് അവന് സന്തോഷം സഹിക്കാൻ വയ്യാതെ അവൻ അമ്മയെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിറ്റേന്ന് അവർ യാത്ര തിരിക്കാൻ പോകുന്നത് പോലെയാണ് കാണിക്കുന്നത്. നോയുടെ കൂടെ ഓമും പോകുന്നുണ്ട്. അപ്പം അമ്മ അവരെ രണ്ടുപേരടുത്ത് സേഫായിട്ട് പോയിട്ട് വരാൻ പറയുന്നുണ്ട്. ഒരുപാട് നേരം പോയതിന് ശേഷം രാത്രിയാകുന്നത് കൊണ്ട് ഓം പറയുന്നു, നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന്. പക്ഷേ നോയി അതൊന്നും കേൾക്കുന്നതേ ഇല്ല. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം രാവിലെ പിന്നെ എങ്ങനെയൊക്കെയോ പോയി തീയുടെ വീട് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. തീ നോയെ കണ്ടിട്ട് അവനെ മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓമാണെങ്കിൽ നോയുടെ കയ്യിലേക്ക് ഒരു പൂ കൊടുക്കുന്നുണ്ട്. ആ പൂ കൊണ്ടുപോയി നോയ് തീക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പക്ഷെ അവനത് വാങ്ങുന്നില്ല. അവനൊന്നും മിണ്ടാതെ തിരിച്ച് നടക്കുന്നുണ്ട്. ഇത് കണ്ടുടനെ നോയി ആണെങ്കിൽ അവൻ്റെ പിന്നാലെ പോയി അവനെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ തീ അവനോട് പറയുന്നു, നീ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാൻ നോക്ക്, നിനക്ക് പാമ്പിനെയല്ലേ ഇഷ്ടമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ കരയുന്നുണ്ട് ഇവൻ പറയുന്നതൊക്കെ കേട്ടിട്ട്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ഓം നോയോട് ചോദിക്കുന്നു, നീ എന്താ നോയി പറയാത്തത്, തീയുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന്. അങ്ങനെ ഓമാണെങ്കിൽ അവനോട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. തീയുടെ അച്ഛൻ ഒരു ദിവസം നോയെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് നോയെ അവനെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അഭിനയിച്ചത്, അല്ലാതെ അവൻ മനസ്സുകൊണ്ട് അവനെ വെറുക്കുന്നതേ ഇല്ലെന്ന് ഓം പറയുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നോയ് അവനോട് പറയാണ്, നീ ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട, ഞാൻ എന്തായാലും പോകുന്നു, നിനക്കതാണ് സന്തോഷമെങ്കിൽ ഞാൻ എന്തായാലും ഇനി ഇവിടെ നിന്ന് നിന്നെ ബുദ്ധിമുട്ടിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് തീക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ നോയെ ഹഗ് ചെയ്ത് രണ്ടുപേരും പിണക്കമൊക്കെ മാറ്റുകയാണ്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഓമിന് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കപ്പിൾസായി മാറുകയാണ്. പിന്നെ അവർ 3 പേരും കൂടെ ഒരു അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് നോയും തീയും കൂടെ സംസാരിക്കുന്നു. അപ്പോൾ അന്നൊരു ദിവസം ചോദിച്ചതുപോലെ ഇന്ന് നോയ് അവനോട് ചോദിക്കുന്നു, നീ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്കറിയില്ലെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു, നീ ഇന്ന് സെയിം ആൻസർ തന്നെ പറയുന്നു എന്ന്. അപ്പോൾ തീ പറയുന്നു, ഒരുപക്ഷെ ഞാൻ നിന്നെ കണ്ടതിന് ശേഷം അതിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കുമെന്ന്. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം രണ്ടുപേരും കൂടെ കിസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ സമയം അവിടെ ഓമാണെങ്കിൽ ഇവരെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് വിളിക്കുന്നു. അപ്പോൾ അവരാണെങ്കിൽ അയ്യോ ഇന്നും പറ്റിയില്ലെന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം നോയ് അവനോട് ചോദിക്കുന്നു, നീ ഈ ഫസ്റ്റ് കിസ്സിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ തീ പറയുന്നു, ഇല്ല ഞാനതിലൊന്നും വിശ്വസിക്കുന്നില്ലെന്ന്. അപ്പം നോയ് അവനോട് ചോദിക്കുന്നു, ഒരു പക്ഷേ ആ വോളണ്ടിയർ ക്യാമ്പിൻ്റെ സമയത്ത് നിനക്ക് ഫസ്റ്റ് കിസ് കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവനോട് ചോദിക്കുന്നു, നീ അപ്പോൾ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തിട്ടുണ്ടോ എന്ന്.
അങ്ങനെ തീ പറയുന്നത് കേട്ടിട്ട് നോയാണെങ്കിൽ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് എണീറ്റ് ഓടുന്നു. അവൻ്റെ പിന്നാലെ തീ ഓടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നോഹിയും ടിമ്മാൻ്റെയും കൂടി ചിങ്മയിലെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വന്നതുപോലെയാണ്. അപ്പം അമ്മയാണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ കയ്യിൽ കിടക്കുന്ന ഇതേ കണക്കത്തെ ബ്രേസ്ലെറ്റ് വേണമെന്ന്. ആ സോൾമേറ്റിൻ്റെ ബ്രേസ്ലെറ്റിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ തീയാണെങ്കിൽ അത് കൊടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് ടിമ്മാൻ്റി നോക്കുന്ന സമയത്താണ് ടിമ്മാൻ്റിക്കും അതുപോലെ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നത് നോയിക്ക് തീ കൊടുത്ത ബ്രേസ്ലെറ്റ് മറ്റൊന്നുമല്ല സോൾമേറ്റിനെ കണ്ടുപിടിക്കുന്ന ബ്രേസ്ലെറ്റ് ആണെന്ന്. അത് കേട്ടുടനെ നോയ് ചോദിക്കുന്നു, അപ്പം നീ ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണല്ലേ എനിക്ക് തന്നതെന്ന്. എന്നിട്ട് അവൻ ചിരിച്ചിട്ട് പറയണ്, എന്തായാലും അത് തന്നത് കൊണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു ബോയ് ഫ്രണ്ടിനെ കിട്ടിയില്ലേന്ന്. നോയ് സംസാരിച്ചതിന് ശേഷം അമ്മയാണെങ്കിൽ നോഹിയോട് പറയാണ്, നീ വേണമെങ്കിൽ ഇതിന്ന് പറഞ്ഞാൽ എടുത്തോ, നിനക്ക് നല്ല ബോയ് ഫ്രണ്ടിനെ കിട്ടുമെന്ന്. അപ്പോൾ നോഹി പറയുന്നു, എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, വേണമെങ്കിൽ ഞാൻ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബ്രേസ്ലെറ്റ് എടുക്കാമെന്ന്. അപ്പം അമ്മയാണെങ്കിൽ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നോയിയും അതുപോലെ ടിമ്മാൻ്റെയും കൂടെ അവരെ നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നതായിട്ടാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പ് നോയാണെങ്കിൽ തീക്ക് അവരെ ഗ്യാങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ള ആ മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം തീയാണെങ്കിൽ നോയ്ക്ക് ഒരു കീച്ചെയിൻ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അവൻ പറയണ്, ഇത് കണ്ട സമയത്ത് എനിക്ക് നിന്നെയാണ് ഓർമ്മ വന്നത്, അതാണ് നിനക്കായിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന്. തീ പറഞ്ഞതിന് ശേഷം നോയ് അവനോട് പറയാണ്, നീ സ്റ്റഡീസിലൊക്കെ നല്ലതുപോലെ ഫോക്കസ് ചെയ്യണേ, പിന്നെ ശരിയെന്ന്. അങ്ങനെ അവർ 3 പേരും തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ കുറച്ച് നാളേക്ക് ശേഷമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോയ് ആണെങ്കിൽ 12th ഗ്രേഡിലായിട്ടുണ്ട്. അതുപോലെ തീ അവിടെ എങ്ങനെയായിരുന്നു ട്യൂഷൻ എടുത്തിരുന്നത്, അതുപോലെ ഇവിടെയും കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒരു ദിവസം തീ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചത് മറ്റാരുമല്ല, നോയ് തന്നെയായിരുന്നു. അവൻ +2 എല്ലാ വിഷയത്തിനും പാസ്സായ കാര്യം പറയാനായിട്ടാണ് വിളിച്ചത്. ഇത് കേട്ടുടനെ തീക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. പിന്നീട് ഒരു ദിവസം തീയാണെങ്കിൽ നോയ്ക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയോ ഇല്ലേന്ന് അറിയാനായിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അവൻ വിളിച്ച് പറയുന്നുണ്ട് അവന് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയെന്ന്. ഇത് കേട്ടുടനെ തീക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. അതിനുശേഷം തീ നോയെ കാണാനായിട്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. തീയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിഫോമിൽ നോയെ കാണണമെന്നത്. അതിനായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് തീ നോയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവനാണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് അവനെ നോക്കിയത്. പക്ഷേ ഇന്ന് കാണുന്ന സമയത്ത് നല്ല പുഞ്ചിരിയോടെയാണ് നോയ് തീയെ നോക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി അയക്കുന്നതും അതുപോലെ വീഡിയോ കോൾ ചെയ്യുന്നതൊക്കെ ആയിട്ടാണ്. വീഡിയോ കോൾ ചെയ്യുന്നത് നോയി ആണെങ്കിൽ നോഹിയുടെ ഫോണിലാണ്. അതുകൊണ്ട് അവൾ ഇടയ്ക്കൊക്കെ വഴക്കിടാറുമുണ്ട് അതിനെപ്പറ്റി പറഞ്ഞ്. പിന്നീട് അവർ 2 പേരും കോളേജ് വെച്ച് കാണുന്നുണ്ട്. അപ്പം നോയി ആണെങ്കിൽ തീയോട് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, എന്തായാലും നിൻ്റെ ഫാമിലി എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞോ, നോഹി പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയെന്ന്. അത് മറ്റൊന്നുമല്ല നോയി പറയുന്നത്, ടിമ്മാൻ്റിയുടെ കടയിൽ തന്നെ 2 ഭാഗത്ത് നിന്നാണ് ഇപ്പോൾ അവർ 2 പേരും സെയിൽസ് നടത്തുന്നത്. പക്ഷേ ഏറ്റവും കൂടുതലും കസ്റ്റമർ ഉള്ളത് നോഹിക്കാണ്. കാരണം അവൾ കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ചൊല്ലി അവർ ചെറിയ ചെറിയ വഴക്കെല്ലാം ഇടുന്നുണ്ട്. അവിടെ വാത്പു ഗ്യാങ് ആണെങ്കിൽ പുതിയ ആളുകളെ അതിലേക്ക് എടുക്കുകയാണ്. അവരിപ്പോൾ ഫൈറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ടോങ്ങിനാണെങ്കിൽ ഈ ഗ്യാങ്ങിൽ ചേരണമെന്ന് നേരത്തെ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് അവനും തീയുടെ മറ്റ് ഫ്രണ്ട്സും അതിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഡെയ്സിയെയും അതുപോലെ ടീനയെയാണ്. അവർ 2 പേരും കൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് പാതി വെച്ച് ബൈക്ക് കംപ്ലൈൻ്റ് ആയി പോകുന്നു. അപ്പോൾ ടീനയാണെങ്കിൽ അവളെ വഴക്ക് പറയുന്നുണ്ട്. എന്നിട്ട് 2 പേരും കൂടെ ബൈക്കും തള്ളിക്കൊണ്ട് പോകുന്നു. ഇവർക്കിടയിൽ മറ്റെന്തെങ്കിലും ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവർ ഫ്രണ്ട്സ് മാത്രമാണോ ഇല്ലയോ എന്നൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷം കാണിക്കുന്നത് നോയിയാണ്. നോയി ഇപ്പോൾ ഗ്രാജുവേറ്റ് ആയിരിക്കുകയാണ്. നോയോട് തീ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോയി ഗ്രാജുവേറ്റ് ആകുന്ന ദിവസം എന്തായാലും അവൻ അവിടെ വരുമെന്ന്. അതുകൊണ്ട് നോയെ കാണാനായിട്ട് തീ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ 3 പേരും കൂടെ ഫോട്ടോയൊക്കെ എടുക്കുന്നു. കുറച്ച് നേരത്തിന് ശേഷം തീ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടേക്ക് നോയും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ഒരുപാട് ബഹളമൊക്കെ ഉണ്ടാക്കി വരുന്നുണ്ട്. എന്നിട്ട് നോയാണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് തീയെ. എന്നിട്ട് പറയണ്, നീ അതിൽ അവസാനത്തെ പോയിന്റ് വായിച്ചു നോക്കാൻ. അങ്ങനെ തീയാണെങ്കിൽ അത് വായിച്ചു നോക്കുന്നുണ്ട്. അതിൽ എഴുതിയേക്കുന്നത് മറ്റൊന്നുമല്ല, തീയെ കല്യാണം കഴിക്കണം എന്നതാണ്. അപ്പോൾ തീയാണെങ്കിൽ അത് വായിച്ചിട്ട് ഷോക്കായി പോകുന്നുണ്ട്. നോയാണെങ്കിൽ പെട്ടെന്ന് ആ ബുക്ക് വലിച്ചെറിഞ്ഞിട്ട് എല്ലാവരെയും മുമ്പ് വെച്ച് അവസാനം തീയെ കിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങിലൂടെയാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എനിക്ക് ഈ ഡ്രാമ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാവുന്ന സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു ഡ്രാമയായിട്ട് കാണാം. ബൈ ബൈ.